നമ്മുടെ നാട്ടിലെ ഒരു സാധാ ലുങ്കി കാരണം അമേരിക്കയിലെ ഒരു വമ്പൻ ലക്ഷറി ബ്രാൻഡ് പൂട്ടേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സംഭവം 1958-ലാണ്. വില്യം ജേക്സ്പൺ എന്ന അമേരിക്കക്കാരൻ മദ്രാസിൽ വരികയും നമ്മുടെ കൈകൊണ്ട് നെയ്ത മൃദുവായ കാറ്റുകയറുന്ന കസവ് ലുങ്കി കാണുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ തുണി ജേക്കബ്സിന് ഭയങ്കരമായി ഇഷ്ടപ്പെടുകയും 10,000 മീറ്റർ തുണി വാങ്ങി അമേരിക്കയിലെ ഏറ്റവും വലിയ ലക്ഷറി ബ്രാൻഡുകളിൽ ഒന്നായ ബ്രോക്കൺ ബ്രദേഴ്സിന് വിൽക്കുകയും ചെയ്തു. ഈ തുണിയുടെ പ്രത്യേകത കാരണം കൊണ്ട് തന്നെ പ്രീമിയം ഷർട്ടായിട്ടായിരുന്നു അവിടെ വിറ്റിരുന്നത്. പക്ഷെ ഒരു പ്രശ്നം പറ്റി. ഈ തുണിയിൽ അടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക നിറങ്ങൾ കഴുകുന്തോറും ഇളകിപ്പോകുന്നതായിട്ട് കസ്റ്റമേഴ്സിന്റെ പരാതി കൂടി വന്നു. ഈ കംപ്ലൈന്റ് കൂടി വരുന്നത് കൊണ്ട് തന്നെ ബ്രോക്ക് ബ്രദേഴ്സ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഇവിടെയാണ് പരസ്യലോകത്തിന്റെ ചക്രവർത്തികളിൽ ഒരാളായിരുന്ന ഡേവിഡ് ഒഗിൽവി വരുന്നത്. അദ്ദേഹം ഇതിനെ അവസരമായി കണ്ടു. ഓരോ അലക്കിലും പുതിയ ഷർട്ടായി മാറുന്ന ലോകത്തിലെ ഒരു അത്ഭുത തുണി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരസ്യവാചകം. ഈ പരസ്യവാചകം അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ ഇറ്റ് നൽകി. സാധാ ലുങ്കി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ തുണി ലക്ഷറി ഫാഷനായിട്ട് ഇന്നും അവർ ഉപയോഗിക്കുന്നു. ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല അതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാതെ.